മണ്ണാർക്കാട്ടെ സഹകരണ ബാങ്കിൽ കോടികളുടെ അഴിമതി നടന്നതായി പരാതി. അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പാലക്കാട് ജോയിന്റ് രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി വകുപ്പ് മന്ത്രി. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിൽ കോടികളുടെ അഴിമതി നടന്നതായി സഹകരണ വകുപ്പിന് ലഭിച്ച പരാതിയിലാണ് സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു പാലക്കാട് സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയത്. വകുപ്പിന് ലഭിച്ച 7 പരാതികളിലാണ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് മന്ത്രിയുടെ നിർദ്ദേശം. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിൽ ഫർണിച്ചർ, കമ്പ്യൂട്ടർ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നിവയുടെ കൃത്യമായ പരിശോധനയിലും മൂല്യനിർണ്ണയത്തിലും വരുത്തിയിട്ടുള്ള ഗുരുതര വീഴ്ചകൾ മേൽപ്പറഞ്ഞ ഇനങ്ങളുടെ കസ്റ്റോഡിയനും സൂക്ഷിപ്പുകാരനുമായ നിലവിലെ ബാങ്ക് സെക്രട്ടറിയെയും സ്റ്റോക്ക് ഓഫീസറും ബാങ്കിലെ കൺകറന്റ് ഓഫീസറുമായ ഉദ്യോഗസ്ഥനെയും സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി അന്വേഷണം നടത്തണം എന്ന പരാതിയും സഹകരണ വകുപ്പിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ബാങ്കിന്റെ മുൻ സെക്രട്ടറിമാരുടെ റിട്ടയർമെന്റ് ചടങ്ങിലേക്ക് പൊതുഫണ്ടിൽ നിന്നും ലക്ഷങ്ങൾ ചെലവഴിച്ചതായുള്ള പരാതിയുമുണ്ട്. കൂടാതെ നാട്ടുചന്ത, നീതി സൂപ്പർമാർക്കറ്റ്, ആഹാർ എന്നിവ നിൽക്കുന്ന സ്ഥലത്തിന് വാല്യുവേഷൻ കൂടുതൽ കാണിച്ചാണ് സ്ഥലം വാങ്ങിയത് എന്ന പരാതിയുമുണ്ട്. 5 ലക്ഷത്തിൽ താഴെ മാത്രം വിലയുണ്ടായിരുന്ന ഈ സ്ഥലം സെന്റ് ഒന്നിന് 12.5 ലക്ഷം രൂപ മൂല്യം കാണിച്ചാണ് അഴിമതി നടത്തിയിട്ടുള്ളത് എന്നും ഇതിന് മാത്രം ഏകദേശം 11 കോടി രൂപയോളം ചിലവഴിച്ചിട്ടുണ്ടെന്നും നാട്ടുചന്ത പദ്ധതിക്ക് 1% പലിശയ്ക്ക് നബാർഡിൽ നിന്നും ഏകദേശം 10 കോടി രൂപയും 8 കോടി രൂപ ബാങ്കിന്റെ ഓൺ ഫണ്ടിൽ നിന്നും ഉൾപ്പെടെ ആകെ 18 കോടി ചിലവഴിച്ചിട്ടുണ്ട്. ഇതിലെ വാല്യുവേഷൻ ഉൾപ്പെടെ വൻ ക്രമക്കേടാണ് നടന്നിട്ടുള്ളത് എന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. നാട്ടുചന്ത പ്രവർത്തനം തുടങ്ങി വർഷങ്ങളായിട്ടും സഹകരണ വകുപ്പിന്റെ അനുമതിക്കുള്ള അപേക്ഷ പോലും ഇതുവരെ സമർപ്പിച്ചിട്ടില്ല എന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. കെട്ടിടങ്ങൾക്ക് മുനിസിപ്പാലിറ്റി പെർമിറ്റും ലഭിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖകൾ പുറത്തുവന്നിട്ടുണ്ട്. സ്ഥലം സന്ദർശിക്കാതെയും മുൻ സെക്രട്ടറിയുടെ രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗിച്ചാണ് വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് എന്നും പരാതിയിൽ പറയുന്നു. ബാങ്കിൽ താൽക്കാലിക ജീവനക്കാരായ 2 പേരെ ഒഴിവാക്കുവാൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഭരണസമിതിക്ക് നിർദ്ദേശം നൽകിയതിന് പിന്നാലെ ഒഴിവാക്കാൻ നിൽക്കുന്ന ഈ 2 പേരെ പ്യൂൺ തസ്തികയിൽ നിയമം കാറ്റിൽ പറത്തി സ്ഥിരപ്പെടുത്താനുള്ള തത്രപ്പാടിലാണ് ഭരണസമിതി. മുൻ സെക്രട്ടറിയുടെ കാലത്ത് കോടികളുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തുവന്നിട്ടുള്ളത്.